തുറന്നു പറയുന്നുണ്ട്, സംഘടനകളിൽ പറയുന്നുണ്ട്, കംപ്ലൈന്റ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് പുറത്തേക്ക് പറയാത്തത്? നമുക്ക് നമ്മുടെ വീട്ടിലുകാരെ പറ്റി അങ്ങനെ വിളിച്ചു പറയാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രൊഡക്ഷൻ ആണെങ്കിൽ പക്ഷെ അതൊന്നും മറ്റതിനെ ബാധിക്കുന്നില്ലല്ലോ. അവിടെ ഒരു 500 ആ പടം വിജയിക്കുന്ന പടത്തിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് 10 രൂപയെങ്കിലും വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇപ്പം മഞ്ജു വാര്യർ ഉൾപ്പെടെ ഉള്ളൊരു ആ കമ്മിറ്റികൾ മഞ്ജു വാര്യർ കമ്മിറ്റിയിൽ വേണ്ട എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടോ? പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ അത് ചോദിക്കാതെ പോകുന്നതും തെറ്റാണ്, ചോദിക്കുന്നതും തെറ്റായിട്ട്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷൈൻ ഒരു ഇന്റർവ്യൂ കൊടുത്തു. മനസ്സിലായി പറഞ്ഞ കഥ? മനസ്സിലായില്ലല്ലോ. അതാണ് അത്രയും ഫാസ്റ്റ് ബിസിനസ് സെന്റർ, യുവർ കമ്പനി ഫോർമേഷൻ എക്സ്പേർട്സ്. ഈ ശമ്പളത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശമ്പളങ്ങൾ താരങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ. ഷൈനാണ് ഈ ഷൈൻ ഒരു സിനിമ കഴിയുമ്പോൾ വർദ്ധിപ്പിക്കുന്നത് ഒരു പരാതി എന്ന് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത സിനിമയിലേക്ക് സിനിമ വിജയിക്കുന്ന ഒരാളുടെ കഴിവുകൊണ്ടാണോ? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. എത്രയോ പേര് നിന്ന് വർക്ക് ചെയ്യുന്നു, അവരുടെ ഒന്നും ശമ്പളം കൂടുന്നില്ലല്ലോ. ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ഡെയിലി വേജസിന് 2000 രൂപ കൂടിയില്ല. 2000 മേളിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല? ഈ രൂപ പോലും കൊടുക്കാതെ കടന്നു കളയുന്ന ആളുകളുണ്ട് ഇല്ലേ? എന്തുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല? അല്ല, അത് തുറന്നു പറയാനുള്ള ആളുകൾ വരുന്നില്ലല്ലോ. തുറന്നു പറയുന്നുണ്ട്, സംഘടനകളിൽ പറയുന്നുണ്ട്, കംപ്ലൈന്റ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് പുറത്തേക്ക് പറയാത്തത്? ഒരാളുടെ പേരും ചൂണ്ടി നമ്മൾ അവരെയും ചെറുപ്രായക്കാരായതുകൊണ്ട്, അവർ നമ്മളെക്കാട്ടും മുതിർന്നവരും പക്വതയുള്ളവരായതുകൊണ്ടാണല്ലോ വിളിച്ചു പറയുന്നത്. മനസ്സിലായ? നേരെ തിരിച്ചാണ്. നമ്മൾ പരസ്യമാക്കാൻ തയ്യാറില്ല. കാരണം നമ്മൾക്ക് നമ്മുടെ വീട് തന്നെയാണത്. നമുക്ക് നമ്മുടെ വീട്ടിലുകാരെ പറ്റി അങ്ങനെ വിളിച്ചു പറയാൻ താല്പര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ അത് പറയും, കംപ്ലൈന്റ് ആയിട്ട് പറയും. പിന്നെ നമ്മുടെ വായിലിട്ട് കോലുകൊണ്ട് കുത്തിയിട്ട് എന്താ കടിച്ചെന്ന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഷൈന് പൈസ തരാൻ ഒത്തിരി പേരുണ്ടല്ലോ. പൈസ തരാനുള്ള കാര്യമല്ല, കഥാപാത്രങ്ങൾ തരുന്നുണ്ടല്ലോ. എനിക്കൊരു കേസിൽ അകപ്പെട്ട് എനിക്ക് തരാതിരിക്കാലോ. പക്ഷെ കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എനിക്ക്. അതിൽ തൃപ്തനല്ല. അതുവഴി ഞാനിപ്പോൾ ഭീഷ്മപർവ്വം എന്നാണ് പടം ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കുറിപ്പ് ചെയ്യുന്ന സമയത്തും എനിക്ക് ഇത്ര പ്രതിഫലം വേണം, ഞാൻ വരില്ല എന്ന് പറഞ്ഞിരുന്നാൽ എന്താണ് പോകുന്നത്? അവിടെ വേണമെങ്കിൽ എനിക്ക് 50 ലക്ഷം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ 5 ലക്ഷമായിരിക്കും കിട്ടുന്നത്. പക്ഷെ ആ ക്യാരക്ടേഴ്സ് എത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നു തന്നെ അല്ലേ? അത് എത്രത്തോളം എത്തിക്കുന്നു, അത് വഴി എത്ര ക്യാരക്ടേഴ്സ് കിട്ടുന്നു. പക്ഷെ ആ ക്യാരക്ടറിന് വേണ്ടി ഇത്ര കാശ് കിട്ടിയാലും അത് പൊങ്ങോട്ട് ഇല്ലാതെയാവില്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും. ബാങ്കിൽ ഇടുന്ന വഴി പൊങ്ങോട്ട് പോകും അല്ലേ? അതെ. ഈ 1000 കോടി വാങ്ങുന്നവനും പറയും കുറച്ച് ഷോർട്ടേജ് ഉണ്ട് ഇല്ലേ? കാശ് കൊണ്ട് ഒരിക്കലും സംതൃപ്തിപ്പെടാൻ പറ്റില്ല. ഈ ചിന്താഗതി എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്തായിരുന്നു? എല്ലാവർക്കും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയണതിലൊരു കാര്യമില്ലല്ലോ. അല്ല, ഈ ചിന്താഗതി എല്ലാവർക്കും ഉണ്ടെങ്കിലേ എല്ലാവർക്കും ഉള്ള ചിന്താഗതി എന്താണ്? മറ്റുള്ളവരെന്താ കഴിക്കണം? എത്രയോ സിനിമകളാണ് ഇപ്പം ഷൈൻ പറഞ്ഞു, എത്രയോ പ്രൊഡ്യൂസർമാരാണ് ഓരോ സിനിമ എടുത്ത് പരാജയപ്പെട്ടു പോകുന്നത്. അതവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്, അവർക്ക് അറിയാത്തതുകൊണ്ട്. കച്ചവടം അറിയണം. 5 രൂപയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് 6 രൂപയ്ക്ക് വിൽക്കാം, 6 രൂപ തിരിച്ചു കിട്ടും ഇവിടെ നിന്ന് മനസ്സിലാക്കാതെ 5 രൂപയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് 10 രൂപയ്ക്ക് വിൽക്കാം എന്ന് വിചാരിച്ചിട്ട് 6 രൂപ പോലും കിട്ടാത്ത മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് കാത്തിരുന്നു കഴിഞ്ഞാൽ അത് പരാജയത്തിലേക്ക് തന്നെ പോകും. അതാണ് ഉദാഹരണം. കൃത്യമാണ്. അത് കച്ചവടം അറിയണം. എന്താണെങ്കിലും സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങുന്നതിന് മുമ്പ് ബിസിനസ് ഉണ്ടാക്കണം എന്നുള്ളതല്ല. ബിസിനസ് നടത്തിയാൽ ഏറ്റവും മിടുക്കായിരിക്കും. എങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞാലും അവന് ആ കാശ് ഉണ്ടാക്കും.
കാശും മുടക്കുന്ന ഒരാൾ അത് ക്വാളിറ്റിയിൽ വ്യത്യാസമൊന്നും വരുത്താതെ, മനസ്സിലായ? അതെ അതെ, ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താതെ വരുത്താതെ അപ്പോൾ ഒരു സാധനം എത്ര രൂപയ്ക്ക് ഉണ്ടാക്കണം, അതിൻ്റെ കോസ്റ്റ് എത്ര വരും, ഈ കോസ്റ്റിന് നമുക്ക് എത്ര കൂടുതൽ കാശിട്ട് വിൽക്കാം, അങ്ങനെ വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. റിസൾട്ടിന് അത് കിട്ടും വേണമല്ലോ. അത് വേണം, വേണം, തീർച്ചയായിട്ടും വേണം അല്ലേ? അപ്പം അത് അങ്ങനെ കിട്ടുന്ന സ്ഥലമാണോ, അപ്പം അതിനനുസരിച്ച് സാധനം ഉണ്ടാക്കണം, അല്ലേ? അതല്ലേ കച്ചവടം. ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ സംഘടനയുടെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് ഞാൻ പറയാം. താരങ്ങൾ ശമ്പളം കൂട്ടി ചോദിക്കുന്നു, അതിനൊക്കെ ഇവർ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. താരങ്ങൾ ഭയങ്കര ശമ്പളം കൂട്ടി ചോദിക്കുന്നു. പക്ഷേ പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, എല്ലാം ആത്മാർത്ഥമായിട്ട്, പക്ഷേ എൻ്റെ മനസ്സിൽ തട്ടിയത് എത്രയോ യൂണിറ്റിൻ്റെ കുട്ടികളുണ്ട്, പ്രൊഡക്ഷനിലെ ആളുകളുണ്ട്, എത്രയോ പിന്നിൽ പറയുന്നത്. ഇവർ പുലർച്ചെ വരെ ജോലി ചെയ്യുന്നുണ്ട്. അതല്ല, ഒരു ആക്ടർ ഉണ്ടായി വരുന്നതിൽ അതിൽ കൂടുതൽ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം ഉണ്ട്. അതെ, അവന് അത് ഒരു കാശും കിട്ടാതെ അവനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്, മനസ്സിലായ? ഈ പറഞ്ഞ മമ്മൂക്കയുടെയും അതിൻ്റെ വീട്ടിൽ വണ്ടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അവരെ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി നടന്നിരുന്ന ഇൻഡസ്ട്രിയാ. പേടിപ്പിച്ച് നമുക്ക് അറിയില്ലോ, നമുക്കങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് പലപ്പോഴും നമുക്കനെ. അത് എപ്പോ നമ്മളറിയുന്ന നമുക്ക് ആയിട്ട് പോവില്ലേ, മനസ്സിലായ? അവിടെ അത്രയും അധികാരികമായി സംസാരിക്കാനും അവനവന് വിലയിടാനും അത് ചോദിച്ചു വാങ്ങാനും തോന്നിപ്പിക്കുന്നത് എന്തുകൊണ്ട്? അത് വാങ്ങാത്തവന് വിലയില്ല എന്ന് പറയും, അല്ലേ? ഇത് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിലയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇവർക്കുള്ള, പക്ഷെ അതൊന്നും മറ്റതിനെ ബാധിക്കുന്നില്ലല്ലോ. അവിടെ ഒരു 500 ആ പടം വിജയിക്കുന്ന പടത്തിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് 10 രൂപയെങ്കിലും വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ, അതാണ് ഞാൻ ചോദിച്ചു വന്നത്, അല്ലേ? അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട് തൊഴിലാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നത്, നമ്മുടെ നാട് ഭരിക്കുന്നത് ആരാണ്? ഇപ്പൊ ഭരിക്കുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ടല്ലോ. അവരുടെ സാന്നിധ്യത്തിൽ കൂടി അത് സംഭവിക്കുന്നില്ല. അങ്ങനെ വേണമെന്നാണോ പറയുന്നത്? അങ്ങനെ വേണം, സംഘടന അങ്ങനെ വേണം. സംഘടന തൊഴിലാളികളെ എന്താണ് പറയുക നമ്മള്? ഈ തൊഴിലാളികളെ നമ്മൾ ഈ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം അല്ലെങ്കിൽ ഇനി ഭരിക്കാൻ പോകുന്ന ഭരണ പാർട്ടികൾ പല, നമ്മുടെ ഭരിക്കുന്നവര് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയായിട്ട് കൂടി നമ്മുടെ നാട്ടിൽ അത് സംഭവിക്കുന്നില്ല. കൂടുതൽ സിനിമയിലേക്ക് ഇറങ്ങി തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ നിയന്ത്രിക്കാനും ഗവൺമെന്റിന് പറ്റണം, അല്ലേ? പടങ്ങൾ, കാരണം അത് അവരുടെ നാട്ടിൽ നിന്നും അവരുടെ റോ മെറ്റീരിയൽസ് വെച്ചും ജനങ്ങളുടെ ഇത് വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്, അല്ലേ? അതെ 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 അല്ലേ? അപ്പം അതിൻ്റെ മേളിൽ ഗവൺമെന്റിന് ഒരു നിയന്ത്രണം വരണം. ഗവൺമെന്റ് അത്തരമൊരു നിയന്ത്രണത്തിലേക്ക് പോകുന്നുണ്ട്. ആ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റി രൂപീകരിച്ചു, അറിഞ്ഞിരുന്നു. കമ്മിറ്റി എല്ലാ വർഷവും ഈ തവണ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിലും വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. വിമർശനങ്ങൾ എന്തായാലും ഉണ്ടാവും, ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇപ്പം മഞ്ജുവാര്യരും ഉൾപ്പെടെ ഉള്ളവർ ആ കമ്മിറ്റിയുള്ള മഞ്ജുവാര്യരുടെ കമ്മിറ്റിയിൽ വേണ്ട എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. രാജീവേട്ടനും പറഞ്ഞു. താല്പര്യങ്ങളുണ്ടായിരിക്കില്ല. പക്ഷെ അതിൽ വന്നിരിക്കുന്ന ആളുകൾ വെച്ച് നോക്കുമ്പോൾ കമ്മിറ്റി രൂപീകരിച്ച നിലയിലേക്ക് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട് കൂടി ആലോചിച്ചിട്ടില്ല, ഫെപ്കയുമായിട്ട് കൂടി ആലോചിച്ചു. അതൊന്നും ആലോചിക്കേണ്ട കാര്യമുണ്ട്. അല്ല, ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. ഫെപ്കയുമായിട്ട് കൂടി ആലോചിച്ചു എന്നാണ് ചോദിക്കുന്നത്. അതിൽ ബി ഉണ്ണികൃഷ്ണൻ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഫിലിം ചേംബറുമായിട്ട് കൂടിയാലോചന നടന്നിട്ടില്ല. നിർമ്മാതാക്കളുടെ സംഘടനയായിട്ട് കൂടിയാലോചന വന്നിട്ടില്ല. ഒരു കമ്മിറ്റി സർക്കാർ രൂപീകരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള കുറേ സംഘടനകളുണ്ട്, അല്ലേ? നമ്മളെല്ലാവരും സംഘടനയിൽ വിശ്വസിക്കുന്നു. നേരത്തെയും പറഞ്ഞല്ലോ, സംഘടനകൾ എന്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴാണ് അത് പ്രസക്തമാവുന്നത്. സർക്കാർ രൂപീകരിക്കുമ്പോൾ ഈ സംഘടനയുമായിട്ടൊന്ന് കൂടി ആലോചിച്ച് ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നതല്ലേ ഉചിതം? അതോ രാഷ്ട്രീയ ബേസിൽ ഈ സംഘടനകളിലെ ആൾക്കാർ വിളിച്ചു പറയുന്നത് ഇവർ കാണുന്നല്ലേ? അതുകൊണ്ടാണോ ഇവരെ വേണ്ട? അറിയില്ല. അപ്പോൾ ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുമല്ലോ. നമ്മൾ പറയുന്ന പോലെ അല്ല, പൊളിറ്റിക്കൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആൾ കുറച്ചും കൂടി സീരിയസ് ആണ്. അവർക്ക് ഈ കൊമ്മലുകളില്ല. അപ്പൊ ഇവരുടെ ഈ സംസാര രീതിയും ഇവർ പല ഒരാളുടെ സംസാര രീതിയും അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതും കാണുമ്പോൾ അറിയാലോ ഇവരുടെ അടുത്ത് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കേണ്ടെന്ന്. സംസാരിച്ചിട്ടൊരു കാര്യമില്ല.
അപ്പൊ സർക്കാർ നേരിട്ട് തന്നെ നോമിനേറ്റ് ചെയ്തു കുറച്ച് പേരെ. നേരിട്ട് നോമിനേറ്റ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് എല്ലാ ഗവൺമെന്റിലും അല്ലേ. സിനിമാ വ്യവസായ മന്ത്രി അല്ലെങ്കിൽ അതുമായി കുറച്ച് ബന്ധമുള്ള ആളുകളാണ്. ഗണേഷ് കുമാർ ഉണ്ട്, സോറി മുകേഷ് ഉണ്ട് MLA. ആ മുകേഷ് അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. യുവതലമുറ അല്ലാതെ ഇപ്പൊ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങളല്ലല്ലോ. തലമുറയാണ് നിഖില വിമല ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ രൂപീകരിച്ച ഇത് അസോസിയേഷൻ വന്നിട്ടുണ്ട്. അപ്പം അത് എല്ലാവരെയും അവർ കോർത്തിണക്കിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കോർത്തിണക്കിയത് കൊണ്ട് കാര്യമില്ലല്ലോ, അത് പ്രാവർത്തികമാക്കണമല്ലോ. ഇതെന്തിനാണ് ഇത്ര അംഗങ്ങൾ കൊണ്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ? കാരണം ഇന്നേ വരെ സിനിമാ തിയേറ്ററിലുള്ള ടിക്കറ്റുകൾ ഗവൺമെന്റ് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ചോദ്യമാണത് അല്ലേ. എന്തുകൊണ്ട് ഇവിടത്തെ കഴിവ് വെച്ചുണ്ടാക്കുന്ന ഈ സിനിമകൾ പുറത്തേക്ക് വിൽക്കപ്പെടുത്തു, നമ്മുടെ നാട്ടിൽ പ്രദർശിപ്പിക്കാതെ? ഈ പ്രദർശനം വഴി നമ്മുടെ നാടിന് എക്കണോമിക്കല്ലേ കാശ് വരേണ്ടത്? അതെ അതെ. അത് വരുന്നുണ്ടോ? അപ്പോ ഇല്ല. ഇതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? ഒരു പടം വിജയിക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിക്ക് പഞ്ചായത്തിന് ഒക്കെ ടാക്സ് കിട്ടുന്നില്ലേ? ഉറപ്പായിട്ടും. അത് അവര് കൊണ്ടുപോകല്ലോ, ഇതൊക്കെ നമുക്ക് തന്നെയല്ലേ കിട്ടുന്നത് എക്കണോമിയിൽ വരുമ്പോൾ. അതെ. ആ ഒരു പടം ഹിറ്റാകുമ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു, അതുവഴി ഓട്ടോയും കാറും ബസ്സും ഹോട്ടലും ഒക്കെ സജീവമാവുമല്ലേ. ഒരു പൂരം വരും, പള്ളിപ്പെരുന്നാൾ വരുമ്പോഴൊക്കെ നമ്മുടെ എക്കണോമി തന്നെയല്ലേ റിച്ച് ആവുന്നത്. അപ്പൊ ഇതിനെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ വെച്ച് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിദേശികൾക്ക് കൊടുക്കുന്നു. എന്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല? അതാണോ ചർച്ച ചെയ്യേണ്ടത്? പിള്ളേര് യുവാക്കൾ വലിക്കുന്നതാണോ ചർച്ച ചെയ്യേണ്ടത്? അപ്പൊ ഈ പറഞ്ഞത് OTT ഉൾപ്പെടെയുള്ള വിൽപ്പനയെ കുറിച്ചാണ്. വിൽപ്പന ചെയ്യരുതെന്നല്ല, അതിനൊരു വളരെ ദൂരമിട്ടിട്ടുള്ളൊരു കാലപരിധി വയ്ക്കണം. അതാണ് ഇപ്പൊ തിയേറ്റർ ഉടമകൾ പറഞ്ഞത് 90 ദിവസം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നിർമ്മാതാക്കളുടെ സംഘടന ഉൾപ്പെടെ അത് അംഗീകരിക്കുന്നില്ല. പണം മുടക്കിയ നിർമ്മാതാവിന് ഒരു വിഷയമില്ല. ഈ സിനിമ തിയേറ്ററിൽ പണം മുടക്കി സിനിമ ചെയ്യണം എന്ന് ഇവർ തീരുമാനിക്കുമ്പോൾ OTT ഉണ്ടായിരുന്നു? ഇല്ല. അപ്പൊ ഈ വ്യവസായത്തിന് അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ വ്യവസായം സിനിമാശാലകളിലെ ആളുകളെ കയറ്റി വിജയിപ്പിക്കുന്നതിനല്ലേ പണം ഉണ്ടാക്കിയിരുന്നത്. അതല്ലേ നമ്മുടെ കച്ചവടം. അല്ല, ഇപ്പൊ ഒരു സിനിമയ്ക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടോ? പണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു. നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ മനുഷ്യർക്ക് ഗ്യാരണ്ടി ഇല്ല. ഈ ഭൂമിക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ പറയാം. ഇല്ല. പണ്ട് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് തിയേറ്ററിൽ ഒരു സിനിമ ഇറങ്ങുന്നത് ഒരു 10 തിയേറ്റർ അല്ലെങ്കിൽ 15 തിയേറ്റർ ഇങ്ങനെയാണ് റിലീസ്. ഇപ്പോഴത്തെ കാലഘട്ടം എറണാകുളത്ത് ഒരു പടം ഇറങ്ങുമ്പോൾ എത്ര ഷോ കളിക്കുന്നുണ്ട്? അപ്പൊ 100 ദിവസം കളിക്കണ്ട. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി ശനി ഞായർ നല്ല കളക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ വിജയമാലേക്ക് വരും. കാരണം അത്രയും ഷോസ് എറണാകുളം സിറ്റിയിൽ തന്നെ കളിക്കുന്നുണ്ട്. ഈ നിർമ്മാതാവ് പണം മുടക്കിയിട്ട് ഒരു ബിസിനസ് നടത്താൻ, അതാണ് പറയുന്നത്. നിർമ്മാതാവ് കണ്ണടച്ച് പണം ഇറക്കിയിട്ട് കാര്യം ഉണ്ടാ? മീനിന് 50 കോടിക്ക് വിൽക്കാൻ നിന്നിട്ട് കാര്യം ഉണ്ടാ? നടക്കില്ല, ഉറപ്പായിട്ടും നടക്കില്ല. അപ്പൊ തിയേറ്റർ OTT ഇപ്പോൾ 90 ദിവസം വേണമെന്നാണ് സർക്കാർ. 90 ദിവസമല്ല, അതൊരു 6 മാസം കഴിഞ്ഞിട്ടേ വരും. പണ്ട് നമ്മുടെ ദൂരദർശൻ ചാനലില് സർക്കാരിൻ്റെ അല്ലേ, അതിൽ എപ്പോഴാണ് പടം വന്നിരുന്നത്? പടം റിലീസ് 30 ദിവസമാണോ? വരില്ല. ഇല്ല. അപ്പോഴല്ലേ ആളുകൾ തിയേറ്ററിലേക്ക് കയറുള്ളൂ. 3 ആഴ്ച കൂടി കഴിഞ്ഞാൽ OTT വരും. അപ്പം എന്താ വിചാരിക്കുക? തിയേറ്ററിൽ പോകേണ്ട കാര്യമില്ല. പടം വിജയിക്കുമ്പോഴും 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ ആളുകൾ കാണുന്നത്. അപ്പൊ അത്രയും ആളുകൾ മാറി. അപ്പൊ ഇത്രയും വലിയ കൂടാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഇരിക്കണ കൊമ്പ് വെട്ടുക. അതാണ് ഇപ്പൊ നടക്കുന്നത്. എന്നിട്ട് അപ്പുറത്ത് അയ്യേ അവൻ വലിക്കുന്നു ഇവൻ കുടിക്കുന്നു പറഞ്ഞിട്ട് കാര്യണ്ട. എതിർക്കുമ്പോ എല്ലാം എതിർത്ത് പോവുകയും ചെയ്യണമല്ലോ. ഏതെടുത്തത്? എല്ലാ കാര്യങ്ങളും പറയുമ്പോ എതിർത്തും പോകണമല്ലോ. അല്ല, ഷൈൻ പറയുന്ന കാര്യം അത് ഒരു തെറ്റ് കണ്ടാൽ അതൊക്കെ ഹാബിറ്റൽ ഇഷ്യൂസ് അല്ലേ? അങ്ങനെ മാറ്റിയേക്കണം എന്നല്ല, അത് അവര് മാറ്റേണ്ടതാ, അത് വിളിച്ചു പറയേണ്ടതല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഭക്ഷണം ഇറച്ചി കഴിക്കുന്നവർക്ക് പച്ചക്കറി കഴിക്കുന്നവർക്ക് ചീത്ത പറഞ്ഞൂടെ? പച്ചക്കറി കഴിക്കുന്നവർ ഇറച്ചി കഴിക്കുന്നവർക്ക് ചീത്ത പറഞ്ഞൂടെ? ഉദാഹരണം. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സെർലാക്ക് മുതൽ എല്ലാത്തിലും എന്തുണ്ട്? ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ? അപ്പോൾ ക്വാളിറ്റി ഫുഡ് ഉണ്ടോ ഇവിടെ? ഏറ്റവും കൂടുതൽ ഡിസീസസ് ഉണ്ടാവുന്നത് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന പച്ചക്കറി, ഫ്രൂട്ട്സ്,
പാല്, പഞ്ചസാര, ഉപ്പ്. അപ്പോൾ പിന്നെ മറ്റേതിനെന്തിനു കുറ്റം പറയും? ചില കാര്യങ്ങൾ കുറ്റങ്ങളായിട്ട് കണ്ടെത്തിയാൽ കുറ്റങ്ങളായിട്ട് കണ്ടെത്തിയിട്ട് വിമർശിക്കാനും പറയാനും അല്ല വേണ്ടത്. തന്നെ പറയണം. കുറ്റമായിട്ടല്ല പറയേണ്ടത്, അവനെ നമ്മൾ മാറ്റിയെടുക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഒരു ബീഡി കഞ്ചാവ് വലിച്ച ഒരു കൊച്ചിനെ ആളുകളുടെ മുന്നിൽ ആകെ കൂടി ക്രൂശിച്ച് അവൻ്റെ വീട്ടുകാരെയും നാറ്റിച്ച് ഏതാ ക്രൈം? അവൻ്റെ വീട്ടുകാരും നശിച്ച് അവനും നശിച്ച് ഏതാ ക്രൈം? ഏതാ ക്രൈം? അല്ല, അപ്പൊ പറയാതിരിക്കണം. നമ്മുടെ വീട്ടിലെ അവരോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ട് അല്ല അത് പരിഹരിക്കാൻ നോക്കണം. അതാണല്ലോ ഷൈൻ പറഞ്ഞത്. ഞാനിപ്പോഴും ഇതിലും വലിയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും നിങ്ങൾ കൂടുതൽ ഉന്നയിക്കുന്നത് മറ്റേതിലേക്കാ. അല്ല, ഷൈൻ പറഞ്ഞോണ്ട് ഞാൻ ഒരിക്കലും ആ കാര്യത്തിലേക്ക് വന്നല്ല. ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം? അല്ല, കൃത്യമാണ് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. മനസ്സിലായോ? എനിക്ക് 3-4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല. കൃത്യമായിട്ട് ഞാൻ ഷൈൻ പറഞ്ഞത്, അതാണ് ചർച്ച ചെയ്യേണ്ടത്. നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കൾ വേണം, ഒരു സംഘടന. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്താണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം OTT-യുടെ കാര്യം പറഞ്ഞത്. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു നടനാക്കുന്ന ഒരു സിനിമയാണ്. അത് 10 ദിവസം കഴിയുമ്പോൾ ഒരു OTT കൊടുത്തു കഴിഞ്ഞാൽ നടന് മാത്രമല്ല, അതൊരു നമ്മുടെ നാട്ടിലെ ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളല്ലേ. നമ്മളിപ്പോ ഇവിടെ സംസാരിക്കുന്നു, സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തിനെ ചുറ്റിപ്പറ്റി എത്ര വ്യവസായങ്ങൾ, ഈ പറയുന്ന ചാനലുകളും ഓൺലൈനുകളും എല്ലാതും തീർച്ചയായിട്ടും നിലനിൽക്കുന്നത് അതാണ്. എല്ലാ ചാനലിൻ്റെയും. ഏഷ്യാനെറ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു സിനിമ 2 നേരം കാണിക്കും, ബാക്കിയുള്ള സമയം സിനിമാ ഗാനങ്ങളും. അതെ, എല്ലാം സിനിമ മെറ്റീരിയൽസ് ആണ്. അതെ അതെ അതെ. ഇതൊക്കെ മറ്റേ താറാവിനെ സ്വർണ്ണ മുട്ടയിടും, താറാവിനെ കൊന്ന് മുട്ട എടുക്കാമെന്ന് വിചാരിക്കുന്ന പരിപാടിയാ. മാറി ചിന്തിക്കേണ്ട സമയം. മാറി ചിന്തിക്കല്ല, ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കഥയാ. അല്ല, മാറി ചിന്തിക്കേണ്ട അത്. എന്നിട്ട് നമ്മൾ ആ താറാവുകാരനെ കുറ്റം പറയും. അല്ല, ഞാൻ പറഞ്ഞ മാറി ചിന്തിക്കേണ്ട സമയമായി. മാറി ചിന്തിക്കുന്നതല്ല, എന്താണ് ചിന്തിക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് ചിന്തിക്കെങ്കിലും വേണ്ടേ? തീർച്ചയായിട്ടും വേണം, തീർച്ചയായിട്ടും വേണം. കുറ്റങ്ങൾ പറയാൻ മാത്രം പോരാ സംഘടനകൾ. കുറ്റങ്ങൾ പറയുന്നത് കൊണ്ട് എവിടെയും നമ്മൾ എത്തുന്നില്ല. നമ്മളെപ്പോഴും പ്രശ്നക്കാരനെയാണ് പ്രാധാന്യം കൊടുക്കുന്നതും ക്രൂശിക്കുന്നതും, പ്രശ്നത്തെയല്ല. പ്രശ്നം സ്റ്റിൽ ദർ അല്ലേ? പ്രശ്നത്തെയാണ് നമ്മൾ ഇല്ലാതെയാക്കാനും അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതും, അല്ലാതെ പ്രശ്നക്കാരനെയല്ല. ഞാൻ പാപിയെ തേടിയല്ല വന്ന്, പാപത്തെ തേടിയാണ്. ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തര്, മനസ്സിലായ? പാപിയെ ഞാൻ സ്നേഹിക്കും, പാപത്തെ ഞാൻ വെറുക്കും. പ്രശ്നത്തെയാണ് ഞാൻ കീറി മുറിക്കുള്ളൂ, പ്രശ്നക്കാരനല്ല. അത് ഇവനല്ലെങ്കിൽ വേറൊരാള് പ്രശ്നം ഉണ്ടാവും, അത്രേ ഉള്ളൂ അല്ലേ? ആരും ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. നമ്മൾ അയാളെ കൊന്ന പ്രശ്നം അവിടെ തന്നെ ഇല്ലേ? ഉണ്ടാവും. അപ്പൊ പക്വതപരമായ സംസ്കാരമായ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അല്ല. ഇതൊക്കെ വളരെ ആദ്യകാലങ്ങളിൽ ആളുകൾ ചെയ്യുന്ന കടത്തരങ്ങളായ പരിപാടികളാണ്. ഇനിയിപ്പോൾ നമുക്കുണ്ടാവുന്ന ഇള്ളക്കുട്ടികൾ വന്ന് പഠിപ്പിക്കേണ്ട ഒരു വരെ, അല്ലേ? കാലും കുപ്പി വെച്ചിട്ട് ഇങ്ങനെയല്ല ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണം. കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടങ്ങൾ മാറുന്നുണ്ടെങ്കിലും കാലഘട്ടങ്ങൾ മാറുന്നു നമുക്ക് കണ്ണിൽ കാണുന്ന കാര്യമല്ലല്ലോ. നമ്മൾ ഓരോ ദിവസവും ഓരോ ഡേറ്റ് പറയും തോറും നമ്മൾ ഡേറ്റ് എന്ത് ഡേറ്റ് ആണെങ്കിലും ഇത് തന്നെയല്ലേ ദിവസം, അല്ലേ? ഇങ്ങനെ തന്നെയല്ലേ ആ ദിവസം, അല്ലേ? 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും ഒരു ദിവസം തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളൂ, അല്ലേ? അതെ. ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ടാവും. ഈ പറഞ്ഞു വെച്ചതിൽ നിന്ന് തന്നെ ഒന്നും കൂടെ തുടങ്ങട്ടെ. എന്തായാലും സിനിമ നിർമ്മിക്കാൻ സ്വതന്ത്രനായ നിർമ്മാതാവ് വേണം. സ്വതന്ത്ര നിർമ്മാതാക്കൾ ഒരു ഇൻഡസ്ട്രി കാര്യം. ആ ഇൻഡസ്ട്രി ആണ് ഏറ്റവും മെച്ചപ്പെടുകയുള്ളൂ. പിന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതും കുറ്റം പറയേണ്ടതും സമയമല്ല, എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്, അല്ലേ? അല്ലാതെ അത് ഓഗസ്റ്റ് 15 മാത്രം വേണ്ട കാര്യമല്ലല്ലോ. ഒരിക്കലും അല്ല. ഈ ഷൈന അഭിനയിച്ച സിനിമകൾ അതിൻ്റെ നിർമ്മാതാവ് പറയാണ്, ഷൈന ഈ സിനിമ ഞാൻ OTTക്ക് 20 ദിവസം കഴിഞ്ഞ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഷൈന എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അത് തടുക്കാൻ പോകില്ല.
പക്ഷെ ഞാൻ പറയും. അങ്ങനെ ചെയ്യും. കാരണം അതിന് ബാക്കി എല്ലാവരും ചെയ്യുന്നു, പുള്ളിക്കും ചെയ്യണം, പുള്ളിക്ക് ക്യാഷ് ഉണ്ടാക്കണം. ഈ OTT കണ്ടിട്ടല്ലോ സിനിമയിലേക്ക് വന്നത്. ഞാൻ വരുമ്പോൾ OTT ഇല്ല, തിയേറ്റർ മാത്രമേ ഉള്ളൂ. തിയേറ്ററിൽ പടം വരുന്നത് കണ്ടിട്ടാണ് ഞാൻ വന്നത്. അല്ല, അതുകൊണ്ട് ഷൈൻ ഇത് പറയുമ്പോൾ ഷൈൻ അഭിനയിക്കുന്ന സിനിമ OTT കൊടുക്കുകയാണ്, 20 ദിവസം കഴിഞ്ഞ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഷൈൻ കരാർ എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ അത് ഞാനുമായി ബന്ധപ്പെട്ടതല്ല. അല്ല, അപ്പോൾ ഷൈൻ അത് പറയാമല്ലോ, അത് കൊടുക്കരുതെന്ന് പറയാൻ എനിക്കൊരു റൈറ്റ്സും ഇല്ല. അങ്ങനെയും പറയില്ല, എനിക്കൊരു റൈറ്റ്സ് ഇല്ല. കൊടുക്കരുതെന്നല്ല, ഞാൻ ഈ പറഞ്ഞൊക്കെ തന്നെ മതിയില്ലേ. മതി. ഞാൻ അരുതെന്ന് തന്നെയല്ലേ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയുന്നത് അതല്ലേ, കൊടുക്കരുതെന്നല്ല, അതിന് ഒരു പരിധി വെക്കണം. അല്ലാതെ ചില പടങ്ങൾ 30 ദിവസം തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ OTT വരും. ക്രമേണ തിയേറ്ററുകളില്ലാതെയാവും. ഇതൊക്കെ കെട്ടിപ്പൊക്കി അതൊക്കെ എന്താവും, ജീവനില്ലാത്ത ശവകുടീരങ്ങളാവും. അത് കൃത്യമായിട്ടും അസോസിയേഷൻ ആലോചിക്കേണ്ട കാര്യമാണ്. തിയേറ്റർ ഉടമകൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ 30 ദിവസം മാറ്റണം, അത് 42 ദിവസത്തേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് തത്വത്തിൽ അംഗീകരിക്കുന്നു. ഇപ്പോൾ 42 ദിവസത്തിന് ശേഷം 6 മാസം. വേറെ ബോളിവുഡിലൊക്കെ ആരും തിയേറ്ററിലേക്ക് വരുന്നില്ല. കാരണം ഇന്ന് ഫോണുണ്ട് അല്ലേ. നമ്മളെ അവരുടെ വീട്ടിലിരുന്ന് ഭരിക്കാനായിട്ട് അവർ ഇപ്പം പറഞ്ഞു വിട്ടുള്ള സാധനങ്ങളാണ്. കടിച്ച ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് 14-15 പ്രാവശ്യമായി ആൾക്കാരെ പറ്റി. അവരവരെ വീട്ടിലിരുന്നിട്ടാണ് ഭരിക്കണേന്ന് മാത്രം. നമ്മളടിമകളും ഇതുവഴി അവർ ലോകം നിയന്ത്രിക്കും. ആദ്യം അവരുടെ ഭാഷ പ്രചരിപ്പിച്ചു, പിന്നീട് അതിലൂടെ അവരുടെ പ്രൊഡക്ട്സുകൾ പ്രചരിപ്പിച്ചു. നമ്മുടെ നാട്ടിലുണ്ടാകുന്നു, പിന്നെ നമ്മളെന്തിനാ അവർക്ക് കരം കൊടുക്കണം? ഒരിക്കലും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളുണ്ടാക്കുന്ന സിനിമയും നമ്മളുണ്ടാക്കുന്ന കാര്യങ്ങളും നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയും അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും പിന്നീട് അവർ പറയും ഇങ്ങനത്തെ പടങ്ങൾ ഉണ്ടാക്കിയാൽ മതി, ഇത് കണ്ടാൽ മതി എന്ന് പറയും. അത്തരം സിനിമയിലേക്ക് മാറുകയും ചെയ്യും. ചുരുങ്ങിപ്പോവും. എന്തുട്ട് ചുരുങ്ങിപ്പോവും. വെബ് സീരീസുകളിലേക്ക് മാറും. വെബ് സീരീസ് കാലമാണ് ഇപ്പം. വെബ് സീരീസിൽ അഭിനയിക്കാൻ കൂടുതൽ കാശ് കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു താരം രണ്ടാമതൊരു വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ടോ? ചോദ്യമാണത്. അവരാദ്യം അഭിനയിക്കാൻ എല്ലാവരെയും വിളിക്കും, കാശ് കെട്ടിട്ട് കാശ് തരാം. വെബ് സീരീസിന് പോവോ? ഞാൻ പോയിട്ടില്ലല്ലോ. പോകുവോ വിളിച്ചാൽ? ഞാൻ സിനിമ കണ്ടിട്ട് വന്ന ആളല്ലേ. അല്ല, വിളിച്ചാൽ പോവോ? വിളിച്ചാൽ പോവും. അവരെ സെറ്റിലൊക്കെ പോയിട്ട് വരും. അഭിനയിക്കാൻ പോവോ? അഭിനയിക്കില്ല, സിനിമയിൽ അഭിനയിക്കാൻ വന്നതല്ലേ ഞാൻ. അല്ല, ഇപ്പം ഇവിടുത്തെ സിനിമയിൽ നിന്നും കിട്ടുന്നതിൽ എമൗണ്ട് കൂട്ടി തരുന്നു. അതാണല്ലോ പറഞ്ഞത്, എമൗണ്ട് കൂടുതൽ കിട്ടാൻ നല്ലൊരു ക്യാരക്ടർ വാങ്ങുന്നു. അതും അതെങ്ങനെയാ നല്ല ക്യാരക്ടർ? നല്ല ക്യാരക്ടർ ആണല്ലോ. വെബ് സീരീസ് കണ്ടിട്ട് എത്രയോ പേര് നല്ല അഭിപ്രായം. അങ്ങനെ എത്ര ക്യാരക്ടർ, അങ്ങനെ എത്ര പാബ്ലോ എസ്കോബാർ ആയിട്ട് അഭിനയിച്ച ആളെ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടോ? തിയേറ്ററിൽ എല്ലാവരും കൂടി ഇരുന്ന് മമ്മൂക്ക വിതുമ്പുമ്പോൾ കൈയടി കേട്ടിട്ടുണ്ട് ഞാൻ. ഉള്ളുപടയുമ്പോ, എല്ലാവരുടെ കൈ ചൂണ്ടി സംസാരിക്കുമ്പോ, മുണ്ട് മടക്കി കുത്തി പോകുമ്പോ, അല്ലെങ്കിൽ ചിരിക്കുമ്പോ, അതിന്നാണ് ഇൻസ്പയർഡ് ആവണത്. അല്ലാതെ കാശ് കണ്ടിട്ടല്ല ഇൻസ്പയർഡ് ആവണം. അവരെ നമ്മൾ അറിയുന്നില്ല. ഒരിക്കലും വെബ് സീരീസ് അഭിനയിക്കില്ല അല്ലേ? ഒരിക്കലും അഭിനയിക്കില്ല എന്നുള്ളതല്ല. അല്ല, അത് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അതായത് ഞാൻ സിനിമയിൽ മാത്രമേ അഭിനയിക്കുള്ളൂ എന്നല്ല, എല്ലാ ചാനലിലും ഞാൻ പോകുന്നില്ലേ, പോകുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിന് വേറെ എത്ര കാശ് തന്നാലും മാറ്റാൻ പറ്റൂല. അതിനെ നാശമാക്കുന്ന ഒരു പ്രവൃത്തികളും നമ്മൾ ചെയ്യൂല. അതിന് കൂട്ടു നിൽക്കില്ല. കൂട്ടു നിൽക്കില്ല എന്നല്ല, നിൽക്കില്ല. ഉറച്ച തീരുമാനമാണ് ഷൈൻ്റെ. ഒരൊറ്റ തീരുമാനമുള്ളൂ. അപ്പൊ പിന്നെ ഉറക്കാതെ വേറെ വഴിയില്ലല്ലോ. അതെ 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 അതെ. ഒരുപാട് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. സിനിമയെ കൃത്യമായിട്ട് സ്റ്റഡി അല്ല, ഇഷ്ടപ്പെടുന്നു. അത് സ്റ്റഡിയും ചെയ്യുന്നുണ്ട്. സ്റ്റഡി ഇല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൽ പിന്നെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ അതിനു വേണ്ടിയാണ്. അതിനു വേണ്ടിയില്ല, അത് മാത്രമേ ഉള്ളൂ. അല്ല, ഇത്തരം കാരണം എൻ്റെ കാഴ്ചയിലാണ് ഈ സിനിമ ഇത്രയധികം വർണ്ണാഭമായിട്ട് വളർന്നതും തകർത്താടിയതും ഈ 80s അല്ലേ. തിയേറ്ററിൽ ഇരുന്ന് കിട്ടുന്ന കയ്യടികളോ, അത് കയ്യടി കിട്ടുമ്പോൾ താരത്തിന് ഗുണം എന്നുള്ളതല്ല,
കൈയടിക്കുന്നവൻ കാണുന്നവനും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ ഗുണമുണ്ടാവുന്നുണ്ട് അല്ലേ? ഈ മൊബൈലും ലാപ്ടോപ്പിലും കണ്ടിട്ട് ആരെങ്കിലും ഇൻസ്പയർഡ് ആവുമോ? ഒരിക്കലും ഇല്ല. കാണുന്നുണ്ടോ കറക്റ്റായിട്ട്? മറ്റത് ഓരോ കണ്ണിലുണ്ടാവുന്ന വ്യത്യാസം വരെ നമുക്ക് ഇവിടെ കിട്ടും. കൃത്യമാണ്. അതെല്ലാവരും ഇൻസ്പയർഡ് ആവണമെന്നല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആവണമല്ലോ. വേണം. അല്ലാതെ വെറുതെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല. എന്തെങ്കിലും രീതിയിൽ അവൻ അഭിനേതാവായി തന്നെ മാറണമെന്നില്ല. ജീവിതത്തിൽ ചിലപ്പോൾ പല തീരുമാനങ്ങളിലും മാറ്റങ്ങൾ വരും അല്ലേ? ആ മാറ്റങ്ങൾ അവൻ്റെ മറ്റൊരാളുടെ പെയിൻ അറിയാൻ പറ്റും, ദൂരം അറിയാൻ പറ്റും, എല്ലാവരും കൂടി ചേർന്നുണ്ടാവുന്ന ആ ഇമ്പം അറിയാൻ പറ്റും. ഷൈൻ്റെ നിലപാടുകളാണ് എൻ്റെ നിലപാട്. തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സിനിമയ്ക്ക് അത്രയും കിട്ടുന്ന ഫലം വേറെ ഒന്നിലും കണ്ടാൽ കിട്ടില്ല. പക്ഷേ ഒരു നിർമ്മാതാവിന്റെ ഒരു കാര്യം, നിർമ്മാതാവിന്റെ സൈഡ് നോക്കുമ്പോൾ ബിസിനസ് പൈസ മുടക്കുന്ന പൈസ അപ്പൊ അതിനനുസരിച്ച് മുടക്കിയാൽ മതി. എന്തിനു 30 കോടിക്ക് പടം എടുക്കുന്നത് കേരളത്തിൽ? വൈ? ഇവിടുത്തെ ഹൈക്കോടതി ജഡ്ജിക്ക് എന്താ ശമ്പളം അറിയോ? എനിക്ക് അത്രയും അറിയില്ല, ജ്ഞാനമില്ല. അത്രയും ജ്ഞാനം. 2 ലക്ഷത്തിന് കൂടുതലുണ്ടാവോ? ഉണ്ടാവും. 3 ലക്ഷത്തിന് കൂടുതലുണ്ടാവോ? ഹൈക്കോടതി ജഡ്ജി 5 ലക്ഷത്തിന് കൂടുതലുണ്ടാവോ? വരില്ല. 1 കോടി ഉണ്ടാവോ? ഇല്ല, വരില്ല. 5 ലക്ഷത്തിന് മുകളിലൊന്നും വരില്ല. ഒരു ആക്ടറിന്റെ ശമ്പളം എത്രയാണെന്ന് അറിയോ? അവർ കുറയ്ക്കാൻ തയ്യാറാണ് ആക്ടർ. എന്തിനാ കൂട്ടണ? കൂട്ടുമ്പോ എന്തിനാ കൊടുക്കണ? അത് എന്തിനാ? അതിൻ്റെ ഇടകളിൽ ഉണ്ടാകുന്ന ഇടനിലക്കാരും പിന്നെ അവരുടെ പൂർവ്വ അല്ലെങ്കിൽ മുൻകാലങ്ങളിലുണ്ടായ കുറേ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടും അവർ കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് തന്ത്രപരമൊക്കെ ആയിട്ടുണ്ടാവും. ഷൈൻ അന്ന് മേടിച്ച ശമ്പളം ഇന്ന് മേടിക്കുന്നത് അല്ല. ഷൈൻ കൂട്ടിയില്ലേ? കൂട്ടി. എത്ര കൂട്ടി? അല്ല, കൂട്ടിയില്ലെന്ന് വെച്ചാൽ എത്ര? ഷൈൻ ചിലപ്പോൾ 1000 രൂപ ആയിരിക്കും കൂട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ 100 രൂപ ആയിരിക്കും കൂട്ടിയില്ലേ എന്ന് എൻ്റെ ഒരു ചോദ്യം. ഞാൻ കൂട്ടിയില്ലേ? ഞാൻ കൂട്ടുന്നത് ഒരിക്കലും പടം വിജയിക്കുന്നത് കൊണ്ടല്ല. എൻ്റെ ചുറ്റുമുണ്ടാവുന്ന ഞങ്ങളെ എനിക്ക് സമാധാനത്തിലാക്കി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശമ്പളം. അങ്ങനെയല്ല എല്ലാവരും കൂട്ടുന്നത്. അല്ല, കൂട്ടുന്നതിൽ വ്യത്യാസമുണ്ട്, വളരെയധികം വ്യത്യാസമുണ്ട്. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതും അല്ല എൻ്റെ ശമ്പളം. പല പടങ്ങൾക്കും പല ശമ്പളം. അല്ല, ഷൈനെ എനിക്ക് കൃത്യം അറിയാവുന്നതുകൊണ്ടാ ഷൈൻ ഇത് പറയുമ്പോൾ സിനിമയിൽ നിന്നല്ലാതെ വേറെ വീടൊന്നും ഞാൻ കാശും വാങ്ങുന്നില്ല. ഉദ്ഘാടനത്തിന് കാശ് പറയും, മാക്സിമം അത് പോവാൻ വേണ്ടി പറയും. അതും സാംസ്കാരികമായിട്ടുള്ള സ്കൂൾ കോളേജുകൾ പരിപാടികൾക്കൊന്നും നമ്മൾ കാശ് വാങ്ങുന്നില്ല, ഇന്റർവ്യൂകൾക്കൊന്നും കാശ് വാങ്ങുന്നില്ല. അതെ, എനിക്ക് ഷൈന് കൃത്യമാണ്. ഞാൻ പറഞ്ഞു ഷൈൻ ശമ്പളം കൂട്ടിയില്ലേ എന്ന് ഞാൻ ചോദിക്കാനുള്ള ശമ്പളം കൂട്ടി. ആദ്യത്തെ പടത്തിന് എനിക്ക് കിട്ടിയ 1500 രൂപ തന്നെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും വിളിക്കുമോ? ഒരിക്കലും വിളിക്കില്ല. അവിടെയാണ് ഞാൻ ചോദിച്ചത്. നമ്മളൊരു ശമ്പളം കൂട്ടുമ്പോഴാണ് അതാണ് പറഞ്ഞത് വരുന്നത്. ഡിമാൻഡ് അതുകൊണ്ടല്ല വരുന്നത്. ഡിമാൻഡ് വരുന്നത് നമ്മുടെ പെർഫോമൻസിലൂടെയും ആള് ഇഷ്ടപ്പെടുന്നതിലൂടെയാണ്. നമ്മുടെ സിനിമ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ, നമ്മുടെ അഭിനയം ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിർമ്മാതാവ് വരുന്നത് ഷൈൻ്റെ അടുത്തേക്ക്. അടുത്ത നിർമ്മാതാവിന് നിർമ്മാതാവിന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണത്. ഇതിൽ കൂടുതൽ കാശുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ പടത്തിന് അത്രയും ചെലവ് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? കൃത്യമായിട്ട് തീരുമാനിക്കാവുന്ന നിർമ്മാതാവിന് തീരുമാനിക്കാലോ. അതിൽ താഴെ കിട്ടുന്നവരെ കിട്ടില്ലേ? അവരും കലാകാരന്മാരല്ലേ, അല്ലേ? ആ ഒരു ചോദ്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഈ ഡേറ്റുകൾ വാങ്ങി വെക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് കളികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇടനിലക്കാരുടെ ഒരേ താരത്തിന്റെ ഡേറ്റ് മറച്ചു വെക്കുന്നു. ഈ ഇടനിലക്കാർ എന്തിനാണ് വന്നിട്ടുള്ളത്? കാശടിക്കാൻ. ചില താരങ്ങളുടെ അടുത്തേക്ക് ഡയറക്റ്റ് ചെല്ലാൻ പോലും കഴിയില്ല. കടമ്പകൾ ഏറെയാ നിർമ്മാതാവിന്. ചില താരങ്ങളുടെ ഡേറ്റ്, ചില നിർമ്മാതാക്കൾ ഫിനാൻസ് വാങ്ങി ചെയ്യുന്ന നിർമ്മാതാക്കളുണ്ടല്ലോ, അവർ ഈ ഫിനാൻസ് വാങ്ങി താരങ്ങളുമായി കൂട്ടുകൂടി കാശടിക്കുന്ന പരിപാടികളും ഉണ്ട്. ഇതും അവരൊന്നും നിലനിൽക്കില്ല. ഇവർക്ക് എല്ലാ കാലത്തും ചെയ്യാനും പറ്റില്ല. കാരണം ഇവർ ട്രൈ ചെയ്യുന്ന സാധനം ഒരിക്കലും ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നതല്ല. എന്ത്? ധനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒരു നിർമ്മാതാവിന് നേരിട്ട് താരങ്ങളുടെ അടുത്തേക്ക് എത്താവുന്ന താരങ്ങൾ വളരെ ചുരുക്കമാണ്.
ഒരു നിർമ്മാതാവിന് താരത്തിന് ഇപ്പോൾ ഷൈൻ്റെ അടുത്ത് വരാണെങ്കിൽ ഷൈൻ്റെ അടുത്ത് നേരിട്ട് വരാൻ കഴിയുന്നുണ്ട്, ഷൈൻ്റെ അടുത്ത് ശമ്പളം പറയാൻ കഴിയുന്നുണ്ട്, കഥ കേൾപ്പിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കുറച്ച് താരങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ഇടനിലക്കാർ ശരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടുപേര് ഇപ്പോഴും ഉണ്ട്, മമ്മൂക്കയും ലാലേട്ടനും. എന്തുകൊണ്ട് അവർ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം ക്വാളിറ്റിയാണ്. ക്വാളിറ്റി നമ്മൾ പറയും ഇത്രയും കാശ് അവർ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അവർ ഇത്ര വാങ്ങുന്നത് അല്ലേ? അതെ അതെ അതെ. എത്ര 40 വർഷത്തോളം അതിൻ്റെ ആവില്ലേ, 30 വർഷമെങ്കിലും അതിൻ്റെ ആവില്ലേ? തീർച്ചയായിട്ടും 3 വർഷമായി അവർ കൂട്ട് കണ്ടിട്ടില്ലേ? ഒരു കൂട്ടാണ് അവര്. കൊടുക്കാൻ ആളുകളുണ്ട്, ഇവരെ ചീത്തയാക്കുന്ന ഈ വരുന്ന നിർമ്മാണം കൊടുക്കുന്നവരാണ്. തീർച്ചയായിട്ടും അമിതമായ ഇവര് തന്നെ ഇരുന്ന് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടതിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് അവനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. എന്നിട്ട് ഇവര് തന്നെ കുറ്റം പറഞ്ഞു ശമ്പളം കൂടുതലാന്ന്. ഇവര് കൊടുക്കാൻ തയ്യാറാവുന്നു. കാരണം അവരല്ല കൊടുക്കണം, അവര് വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടല്ല കൊടുക്കണം. ഡയറക്റ്റ് പൈസ അല്ല അവരെ ആരോ മേടിച്ചു കൊടുക്കും. അപ്പൊ ഇയാളുടെ ഡേറ്റ് ഉണ്ടെങ്കിലല്ലേ ഇവർക്ക് എവിടെ നിന്ന് കാശ് എടുക്കാൻ പറ്റുള്ളൂ. ഈ കാശ് എടുത്തിട്ട് വേണം വേറെ കുറെ പരിപാടികൾ ചെയ്യാൻ, സിനിമയിലേക്ക് ഇറങ്ങാനല്ല. അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലേ? ഉണ്ട്, കളകളുണ്ടല്ലോ വിളകൾക്കിടയില്. കർഷകൻ ഇങ്ങനെ എല്ലാ സമയത്തും വന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല, പറിക്കുമ്പോൾ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകും. കളകളെ ഓരോ രൂപയിൽ. കൃത്യമാണ് ഷൈൻ, കൃത്യമായി കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് പ്രസക്തമായ കാര്യങ്ങൾ തന്നെ ഷൈൻ ഇപ്പോൾ ഈ തവണ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഗൗരവമേറിയ സംഭവം നമ്മൾ ചർച്ച ചെയ്യുന്നു. നമ്മൾ ആ ഒരു വ്യക്തിയെയും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ, ഒരാളുടെ പേര് പറഞ്ഞു. പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ച. അത് പക്ഷെ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ പ്രശ്നക്കാരൻ മാത്രമാണ് അവർ പറയുന്നത്. അത് നോട്ട് ഹെൽത്തി ടോക്സ് ആൻഡ് അതൊരു ഒരു തരത്തിലും മുന്നോട്ട് നയിക്കില്ല. തീർച്ചയാണ്. അവാർഡ് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു. ഇത്തവണത്തെ സിനിമ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞു. വലിയ രീതിക്ക് പ്രശ്നങ്ങളില്ലാതെ അവാർഡ് പ്രഖ്യാപനം പോയി എന്നാണ് പൊതുവെ അഭിപ്രായം പറയുന്നത്. ഷൈൻ അടിത്തട്ട് സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു സിനിമയ്ക്ക്, അതൊക്കെ നമുക്ക് വളരെ സന്തോഷം മനസ്സിന്. അതാണ് ഞാൻ പറഞ്ഞത്, അത് സിനിമ എടുക്കാൻ വേണ്ടി കടലിൽ പോയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഡെയിലി കടലിൽ പോയി മീൻ പിടിക്കുന്നവര്. മൊത്തത്തിൽ ആ അവാർഡ്, ഇത്തവണത്തെ അവാർഡിനെ കുറിച്ച് എന്താണ് വിലയിരുത്തുന്നത് ഷൈൻ? മൊത്തത്തിൽ ഞാൻ അവാർഡ് പ്രഖ്യാപനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണാറില്ല. കാരണം ഒരു 10 പേര് അവാർഡ് കൊടുക്കണമെങ്കിൽ 10 ആൾക്ക് കൊടുക്കണം അല്ലേ? അതെ. അപ്പൊ ഈ വാങ്ങുന്ന ആൾക്ക് ഇത് എനിക്ക് കിട്ടാനുള്ളത് തന്നെയാണോ, ഞാൻ അർഹനാണോ എന്നുള്ളൊരു തോന്നലുണ്ട് അല്ലേ? അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവാർഡ് കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. 10 സംഘടന 10 പേർക്ക് കൊടുക്കും. ഈ സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണത്തെ 35 അവാർഡുകളും എല്ലാം തികഞ്ഞ അവാർഡുകളാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? അതെങ്ങനെയാ, നമുക്ക് തികഞ്ഞ അവാർഡുകളായിട്ട് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അവിടെ വരുന്ന ജൂറിയുമായി, അവരുടെ ചിന്തയുമായി, അവർ കാണുന്ന സാഹചര്യവുമായി, അവർ കാണുന്ന പടങ്ങളും എല്ലാമായി ബന്ധപ്പെട്ടാണത്. എന്നാൽ കൂടി അതിൽ ഒരു അക്കാഡമിക് അവാർഡ് എന്ന രീതിയിലേക്ക് ഇനിയും മികച്ചതാക്കാം. എങ്ങനെ? ജൂറിയിലെ അംഗങ്ങൾ ആരൊക്കെ? മലയാളികളായിരുന്നു എല്ലാവരും? എല്ലാവരും. ചെയർമാൻ മലയാളിയല്ല. ആര്? ചെയർമാൻ മലയാളിയല്ലായിരുന്നു. ജൂറി അംഗത്തിന്റെ ചെയർമാൻ മലയാളി. വൈ ഷുഡ് ദാറ്റ്? എന്തിന് മലയാള സിനിമയെ ജഡ്ജ് ചെയ്യാൻ ഇതിന് പുറത്തുനിന്ന് ആളുകൾ വരും? ഇവിടുത്തെ ഒരു കുട്ടി പറയുമല്ലോ, ഞാൻ നന്നായി അഭിനയിച്ച, മമ്മൂക്ക നന്നായി അഭിനയിച്ചെന്ന്. ഇല്ലേ? നമ്മുടെ ഭാഷയിലെ ചിത്രങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഹിന്ദി പടം കണ്ടാൽ മനസ്സിലാവും ഇല്ലേ? അല്ല, ഈ ജൂറി ചെയർമാൻ എന്ന് പറയുന്ന ഒരാൾ, നമുക്കൊരു അക്കാഡമിക് ചെയർമാൻ ഇല്ലേ, രഞ്ജിത്ത് ചേട്ടൻ അല്ലേ? പിന്നെ ജൂറി അംഗങ്ങൾ മതി, അതിന് വേറൊരു ചെയർമാൻ. ഇതൊക്കെ ഒരു കീഴ്വഴക്കങ്ങളായതുകൊണ്ട് ഈ വെടിവഴിപാടാകുമ്പോൾ വിളിച്ചു പറയാതെ അങ്ങനെ കീഴ്വഴക്കങ്ങൾ മാറ്റാം. മലയാള സിനിമകൾ കാണാൻ നമ്മുടെ മലയാളികൾ തന്നെ വേണം ജൂറി അംഗങ്ങളായിട്ട്, എല്ലാ അംഗങ്ങളായിട്ടും, ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ. അങ്ങനെ ആകുമ്പോഴായിരിക്കും അയാളുടെ ജീവിതത്തിലൂടെ കടന്നു പോയതായിരിക്കില്ലേ ഈ ചിത്രങ്ങളൊക്കെ. അപ്പൊ ആകെ തുക നമ്മുടെ ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങളും ചിന്തിക്കില്ലേ, ഒരു വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ആർക്കൊക്കെയാണ് മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ടുള്ള, ആർക്കൊക്കെ ആയിരിക്കും. നമ്മുടെ എല്ലാ മലയാളികളും ചിന്തിക്കുന്നുണ്ടായിരിക്കും. എല്ലാ മലയാളികളും സിനിമ കാണുന്ന മലയാളികൾ, സിനിമ കാണുന്ന മലയാളികൾ, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ, എല്ലാവരുടെ ഉള്ളിൽ ഒരു ജൂറി ഉണ്ടാവും. ഇല്ലേ? പിന്നെ ഇത് ആദ്യം വേണ്ടി ഇരുന്ന് കാണണം. ഇതിൽ ഇതാണോ നല്ല, ഇത് ഈ പെർഫോമൻസ് ആണോ നല്ല, ഓക്കെ കുറച്ചും കൂടി ഫോർവേഡ് അടിച്ച്. എൻ്റെ കാര്യമില്ല. അല്ല, ഷൈൻ പറയുന്ന കാര്യത്തിൽ പ്രസക്തമായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അത് അംഗീകരിക്കപ്പെടണം.
അംഗീകരിക്കപ്പെടണം ഇതൊക്കെ. പെടണം എന്നുള്ളത് എൻ്റെ കാര്യമല്ല. ഒരു ഞാൻ മനസ്സിലാക്കി അംഗീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ. ഇനി നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടാവണം അതിൽ നിന്ന്. അല്ലാതെ ഡെഡ് ആവരുത്. അത് ഞാൻ പറയുന്നില്ല, ഡെഡ് ആവരുത്. അതാണ് എന്നല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിർത്തി കൊടുത്തെന്നാണ് ചിന്തിച്ചു തുടങ്ങേണ്ടത്. അല്ലാതെ പറഞ്ഞു നിർത്തിയത് വരെ വീണ്ടും വീണ്ടും ചിന്തിക്കുകയല്ല. പറഞ്ഞു നിർത്തിയിടത്ത് നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. കൃത്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അത് ചോദിക്കാതെ പോകുന്നതും തെറ്റാണ്, ചോദിക്കുന്നതും തെറ്റായിട്ട് കൂട്ടിയാണ്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷൈൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. വളരെ അതിലൊരു വളരെയധികം ഒരാൾ മരണപ്പെട്ടിരിക്കുന്ന സമയത്ത് അയാൾ ദൈവത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പിന്നെ ദൈവത്തിലേക്ക് തിരിച്ചെത്താനുള്ള നമ്മൾ ഇനി എന്ത് പറഞ്ഞ ഒരു കാര്യമില്ല. എല്ലാം പുറത്ത് എന്താണ് മാപ്പാക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അപ്പുറത്തൊരാൾ ചെറിയ കുറുമ്പ് കാണിക്കുമ്പോൾ അത് ക്ഷമിക്കാൻ പറ്റണ്ട നമുക്ക്. ഇതെല്ലാത്തിനും സോറി എന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ടല്ലോ. അപ്പുറത്ത് വേറെ ആള് ചെറിയൊരു പാറ എറിഞ്ഞിട്ടാണ് ഇരിക്കണം. വളർന്നതും തകർത്താടിയതും ചെറിയ കല്ല് ഒരു ചെറിയ ഇരുന്ന് കിട്ടുന്ന കയ്യടികളും അത് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഒരു കൂട്ടർ ഞാനിപ്പോ മാപ്പ് വയ്ക്കുക നിങ്ങളോട് ഗുണമുണ്ടാവും. എന്തിനു ഞാൻ വലിയൊരു കുറ്റം ചെയ്തു വന്നിരിക്കുക നിങ്ങളുടെ മുന്നിൽ കുറേ കാലമായിട്ട്. അപ്പൊ ക്ഷമിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് നിങ്ങൾ വെറുതെ നിങ്ങളെ എഫക്റ്റ് ചെയ്യുക, നിങ്ങൾ പോലും ഇല്ല അവിടെ. മനസ്സിലായ ആ സമയത്ത് ഒരു സാധനം വെറുതെ പറഞ്ഞു പോയി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ മാപ്പ് വയ്ക്കുന്ന ആള് എല്ലാ ഇത് കാട്ടിക്കൂട്ടലല്ലേ ഇപ്പോ? അല്ലേ അല്ല, അതെങ്ങനെയാ കാട്ടിക്കൂട്ടലാവും. അത്രയും സാധനം ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇപ്പം ഇങ്ങനെ വേറെ ആളോട് ക്ഷമ വയ്ക്കണത്? അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് നമ്മൾ വേറെ ആളോട് ക്ഷമ വയ്ക്കുക. അതിനായിട്ട് വലിയ കാര്യം വന്നിട്ട് നമ്മുടെ ഇതിലൊരു കഥയുണ്ട് ബൈബിളിൽ. ഒരാൾ 10,000 കോടി കടം അയാൾക്ക്. നിങ്ങളുടെ നിങ്ങളുടെ അടുത്താണ് കടം. ഞാൻ എന്നിട്ട് പറയാം എൻ്റെ ഒരു കാശും കാര്യങ്ങളൊന്നും ഇല്ല. പറയാം അപ്പോൾ അവിടെ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി. ഞാൻ സന്തോഷമായി. ഞാൻ എന്നിട്ട് പോയിട്ട് 10 റുപ്യ എനിക്ക് തരാണ്ട് ഒരുത്താൻ. അവനോട് 10 റുപ്യ തരണം കൊല്ലും ഞാൻ പറഞ്ഞു. ശരിയാണോ? മനസ്സിലായി ഞാൻ പറഞ്ഞ കഥ? മനസ്സിലായില്ലല്ലോ. അതാണ് അത്രയും വൈൻഡപ്പ് വേണം. അത് ചിന്തിച്ചു. ഷൈൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക്, ആ പോയിന്റുകളിലേക്ക് കൃത്യമായിട്ട് തന്നെ ഷൈൻ പറഞ്ഞു. എൻ്റെ ഒരു ചോദ്യവും പ്രസക്തവും ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല. നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാതെ ആ സംസാരം നമ്മൾ ഇവിടെ നിർത്തുന്നു. ചെയ്തത് തെറ്റ് തന്നെ. ചെയ്തത് തെറ്റ് തന്നെ. വിനായകൻ പറഞ്ഞത് തെറ്റ് തന്നെ. അത് ചൂണ്ടിക്കാണിക്കുന്നവർ പറയുന്നത് ശരിയെന്നുമല്ല ഞാൻ പറയുന്നത്. വിനായകൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു മാറ്റവുമില്ല. മാറ്റം വരുത്. അപ്പൊ അതിന് മുന്നേ ചെയ്തതാ. ഞാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്ത കാര്യത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടി ചെയ്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വിനായകൻ ആളുകളുടെ മുന്നില് വിനായകൻ എന്ത് കേസിന്റെ പേരിലാണ് പുള്ളിയെ കുറിച്ചത്? അത് രാഷ്ട്രീയമാണ്. ഏത് രാഷ്ട്രീയം? രാഷ്ട്രീയത്തിൽ പറഞ്ഞാണ്. രാഷ്ട്രീയത്തിൽ പറഞ്ഞ കാര്യം രാഷ്ട്രീയക്കാർ ഇതിൽ ഇടപെട്ടിട്ടില്ല. ഇല്ലല്ലോ. നമ്മൾ അറിയുന്നത് ഇത് വഴിയാ, മീഡിയ വഴിയാണ്. അപ്പൊ പത്രക്കാരെയാണ് പറയുന്നതെങ്കിൽ പത്രക്കാരെയല്ല പറയുന്നത്. ചില മാധ്യമങ്ങൾ അതിനെ പ്രശ്നത്തിന് പകരം എന്ത് കാണിക്കുന്നു? സോളാർ ഇഷ്യൂവിൽ എന്താ കൂടുതൽ ചർച്ച ചെയ്തത്? സോളാറിന്റെ കണക്കിന്റെ തീടി എടുക്കാനാണോ പോയത് ഇവര് കോയമ്പത്തൂര്? അല്ല. അതെന്താ? അതെന്ത് രാഷ്ട്രീയ? ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ മുത്തച്ഛനെ കുറിച്ച്, എൻ്റെ അച്ഛനെ കുറിച്ചാണ് ഇത് കേൾക്കുന്നതെങ്കിലോ? ലൈംഗികത ഒരാളുടെ പ്രശ്നമാണോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അതെന്തിനാ ചർച്ച ചെയ്യുന്നത്? ഒരിക്കലും എന്തിനാ? ഇതിൽ നിന്നാണല്ലോ നമ്മളെല്ലാം ഉണ്ടാവുന്നത്. ഇപ്പൊ അയാൾക്ക് ലൈംഗികമായിട്ട് ഒരുപാട് ബന്ധപ്പെടാൻ കഴിവുണ്ടെങ്കിൽ നമ്മളെന്താ ചോദിക്കാൻ പോണ? ഒരു പാമ്പെണ്ണ ചേരുമ്പോൾ നമ്മൾ തടസ്സപ്പെടുത്തുവോ? ഇല്ല. പട്ടിയാണോ ചേരുമ്പോൾ നമ്മൾ തടസ്സപ്പെടുത്തുവോ? പിന്നെ മനുഷ്യനാണോ ചേരുമ്പോൾ എന്തിനാ അത്ര പ്രശ്നം? അതെന്തിനാ ചർച്ചയാക്കേണ്ടത്? എന്താ ചർച്ച ചെയ്യേണ്ടത്? ഷൈൻ പറയുന്നത് അത് ചർച്ചയാക്കിയ മീഡിയ ഉൾപ്പെടെയാണ് ഇപ്പൊ ഷൈൻ പറയുന്നത്. മീഡിയയല്ല, അത് കൈകാര്യം ചെയ്തിരുന്ന കുറച്ച് വ്യക്തികൾ.
വ്യക്തികളെ ഓക്കെ. വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം അല്ലേ, അതാ ഇഷ്യൂ ഉണ്ടായിട്ട് ഇപ്പൊ എത്ര വർഷമായി? പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ സോളാർ കേസ് സോളാർ കേസിൽ നമ്മൾക്ക് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന വിഷ്വലുകൾ എന്താണ്? ചാനലുകൾ കാണിച്ചിരുന്നത് സോളാർ കാണിച്ചിട്ടുണ്ടാ? ഇല്ല. ഇല്ലേ? എവിടെയും എന്താണ് കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്? ജനാധിപത്യ രാജ്യത്തിൽ അത് തുറന്നു കാണിക്കണ്ടേ? എന്ത് തുറന്നു കാണിക്കണം? വിഷയങ്ങൾ തുറന്നു പറയാം. എന്താണ് ഉണ്ടായത്? നിരപരാധിയാണെങ്കിൽ എന്താ? നിരപരാധിയായിട്ട് പോയല്ലോ. അല്ല അപ്പൊ ലാസ്റ്റ് അപ്പൊ ഇതൊന്നും ചെയ്തിട്ടില്ലേ, മാപ്പ് വയ്ക്കുമ്പോ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല അർത്ഥം. 15 വർഷമായിട്ട് ഈ പറഞ്ഞ മറ്റു വ്യക്തിയെ ക്രൂശിക്കാമെന്നവരോടാ, മനസ്സിലായോ? അയാൾ ചെയ്തത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ആണാ? അല്ല 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 അങ്ങനെയല്ല പറഞ്ഞത്. അയാൾ ചെയ്തത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നല്ലവനെന്ന് പറയും. ആ നിന്റെ കാര്യത്തിൽ അതും ഉണ്ടാവില്ല എന്ന് നമുക്കൊരു പടത്തിൽ പറയുന്നുണ്ട്, രാപ്പകലില്. ഏത് ആനക്കാരൻ മരിച്ച നല്ല പറയും, നിന്റെ കാര്യത്തിൽ അതും ഉണ്ടാവില്ല എന്ന് പറയും. ആ രീതിയിൽ മാറ്റിയതാണ് അല്ലേ, അല്ലാതെ വേറെ പൊളിറ്റിക്സ് ഒന്നും ഇല്ല അതിൽ. ഇനിയിപ്പോ പുള്ളി ഇനി ഒരു മാസം കൂടി ജീവിക്കുകയാണെങ്കിൽ 1 മാസം കൂടി കുറ്റം പറയില്ലേ? ഇല്ലേ? കൂടെ നിന്നവരും പറയും, കൂടെ കിടക്കുന്ന ഭാര്യ പോലും സംശയിക്കില്ലേ? മക്കളുടെ പേരക്കുട്ടികള് അവരും ടി വിയും ഇതൊക്കെ കാണുന്നതല്ലേ. ഈ പറയുന്ന സ്ത്രീ, ഈ സ്ത്രീനെ ഇത്രയധികം ബഹുമാനിക്കുന്ന ആളുകളാണോ നമ്മള്? ഒരിക്കലും ഇക്വാലിറ്റി കൊണ്ടുവരുന്ന ആളുകളല്ലേ? സ്ത്രീയെ ഭൂമി ദേവിയായിട്ട് കാണുന്നവരല്ലേ? അതെ. എന്നിട്ട് ഒരു പ്രശ്നത്തിലൊരു സ്ത്രീ വന്ന ആ സ്ത്രീനെ എങ്ങനെയൊക്കെ അവർ പറയും. എന്താ സ്ത്രീക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ലേ? ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും ഗാങ്സ്റ്റേഴ്സ് ആവാം, ആയിക്കൂടെ? തീർച്ചയായിട്ടും ആകാമല്ലോ. ആകാമെന്നല്ല ഞാൻ പറഞ്ഞത്, ആക്കാമല്ലോ. അതാ ഇക്വാലിറ്റി. ആക്കാമല്ലോ. നമ്മളാണുങ്ങൾ, ആണുങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെടുന്നു, വളരെ മികച്ച ഒരു കഴിവും അതേ പരിപാടി സ്ത്രീകളിലേക്ക് എത്തുമ്പോൾ വളരെ മോശവും അല്ലേ? ഇതെല്ലാം നമ്മൾക്ക് ഒരുപാട് ചിന്തകളുടെയും പഠനങ്ങളുടെയും ഒക്കെ കുറവുകൊണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, കോടതിയിലെ സീനിൽ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മുടെ കുറുക്കൻ സിനിമയിൽ. അല്ല അതിപ്പോ സ്ത്രീകളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ കാണാം, അല്ല സ്ത്രീകൾക്ക് കാണാൻ പാടാത്തതും ആണുങ്ങൾക്ക് കാണാൻ പാടുന്നതായിട്ടൊന്നും ഇല്ലല്ലോ. അതെ, അതാണ് ഞാൻ അതിലേക്ക് പെട്ടെന്ന് വന്നത്, കുറുക്കൻ സിനിമയിലേക്ക്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു വേർതിരിവില്ല, സ്ത്രീ പുരുഷൻ വേർതിരിവില്ല. ഇല്ല, വേർതിരിവുണ്ട് അവയവങ്ങളിൽ മാത്രം അല്ലേ? അതെ. അപ്പൊ എന്ത് പറഞ്ഞാലും ഷൈൻ പറയാനനുസരിച്ച് മനസ്സിലാക്കാൻ കാരണം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആരാധ്യനായ നേതാവ്, ജനപ്രിയനായ നേതാവ്, ജനപ്രിയനായ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം, പ്രതിപക്ഷ നേതാവ്, ഒരു വ്യക്തിയിലല്ല പറഞ്ഞത്. അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടിയവരും കല്ലെറിഞ്ഞവരും ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചു കിടന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാതോരാതെ സംസാരിക്കുന്നു എന്നത് തന്നെയാണ് ഷൈൻ ചൂണ്ടിക്കാണുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ തെറ്റായിട്ട് കാണിക്കുന്നില്ല. അല്ല, ഷൈൻ പറയുന്നതിൽ ഞാൻ കാണിക്കുന്നത് എന്തിനെയാണ് തെറ്റ്? ഇപ്പുറത്ത് ചെറുതായിട്ടൊന്ന് വിമർശിക്കപ്പെട്ട ആളെ അറ്റാക്ക് ചെയ്യുമ്പോ, മനസ്സിലായോ? അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഷൈൻ പറയുമ്പോഴും ഞാൻ അതിനകത്ത് ഒറ്റ കാര്യം ഞാൻ ഇപ്പോഴും തുറന്നു പറയും, വിനായകൻ ചെയ്തത് തെറ്റായിട്ട് തന്നെ ഞാൻ കാണും. മറ്റുള്ളവര് ഉമ്മൻചാണ്ടി വിനായകൻ ചെയ്തതാണോ തെറ്റ്, വിനായകനാണോ തെറ്റ്? വിനായകൻ പറഞ്ഞത് തെറ്റ്, വിനായകനല്ല. അല്ല, അപ്പൊ വിനായകൻ പറഞ്ഞത് തെറ്റ് 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 എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടും.